ഗെയിം ഓഫ് ത്രോൺസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്ന അതിനകത്തുണ്ടായിരുന്ന സ്റ്റോറി പ്ലോട്ട് ലൈനും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ആൾക്കാർ മരിക്കുന്ന ആ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് മാത്രം കൊണ്ടല്ലായിരുന്നു അത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഷോ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു പറഞ്ഞാൽ ഗെയിം ഓഫ് ത്രോൺസിനകത്ത് മറ്റൊരു വലിയൊരു എലമെന്റും കൂടി ഉണ്ടായിരുന്നു ബാക്കിയുള്ള സീരീസിനെ വെച്ച് പ്രത്യേകമാക്കിയിട്ടുണ്ടായിരുന്ന അവിഹിതം. അത് നമുക്ക് ഓരോരുത്തർക്കും സമ്മതിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അവിഹിതം കുറേയധികം കളി സീൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ഗെയിം ഓഫ് ത്രോൺസിനകത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഹൗസ് ഓഫ് ഡ്രാഗൺസ് പോകുന്നത്. എസ്പെഷ്യലി ഈ ഒരു എപ്പിസോഡിൽ മുതൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ എന്താണ് ഇതിന് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് അവിഹിതം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി സീരീസിൽ അവിഹിതം കണ്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയും കൂടി നിങ്ങൾ കണ്ട് വെറുതെ വീണ്ടും കുറേയധികം ബോറടിക്കണമെന്ന് ഞാൻ പറയില്ല. സോ ഇതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. സോ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ എപ്പിസോഡ് 4. സോ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ എപ്പിസോഡ് 4ന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡെയ്മൺ ടാർഗേറിയൻ ക്രാഫ്റ്റ് ഫീഡേഴ്സിന്റെ വാറൊക്കെ ജയിച്ച് തിരിച്ച് കിങ്സ് ലാൻഡിങ്ങിൽ എത്തുന്നത് മുതൽ തന്നെയാണ് ഈ എപ്പിസോഡ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് കിങ് വെസീർസ് ഇപ്പോൾ പുള്ളിക്കാരനെ അക്സെപ്റ്റും ചെയ്യുന്നു. കാരണം തന്നെ എന്റെ ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ തിരിച്ച് കിങ്സ് ലാൻഡിങ്ങിലേക്ക് എതിരേക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ. ഈവൻ ഡെയ്മൺ തന്നെ പറയുന്നുണ്ട് എനിക്കിനി വേണ്ടത് കുറച്ച് സമാധാനം മാത്രമാണ്, എനിക്കൊരു ഫാമിലി കെയറിങ് വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കിങ്സ് ലാൻഡിങ്ങിൽ വീണ്ടും താമസം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എന്താണ് എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കിങ് വെസീർസിന്റെ പ്ലോട്ട് ലൈൻ തന്നെയാണ്. കാരണം ത്രൂ ഔട്ട് ഈ എപ്പിസോഡിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു കിങ് വെസീർസ് ആസ് ഒരു കിങ് എന്നുള്ള രീതിയിലാണെങ്കിലും അത് കൂടാതെ ഒരു ഫാദർ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള രീതിയിലാണെങ്കിൽ പുള്ളിക്കാരൻ ഒത്തിരിയധികം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പുള്ളിക്കാരനെ കൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യ, എന്നിരുന്നാൽ തന്നെ പുള്ളിക്കാരൻ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് പുള്ളിക്കാരൻ ചെയ്യാൻ ശ്രമിക്കുന്നവർ നമ്മളെ ത്രൂ ഔട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. കാരണം ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ റെനീറെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം. പുള്ളിക്കാരി കല്യാണ പ്രായം തികഞ്ഞു നിൽക്കുവാണ്. അത് കൂടാതെ മറ്റൊരു രീതിക്ക് അത് പുള്ളിക്കാരൻ ഒരു രീതിയിൽ മരിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നത് എപ്പിസോഡ് ഈ സീസണിന്റെ അവസാനം എന്താണെങ്കിലും വെസീർസ് ഭരിക്കാൻ സാധ്യത വളരെ കൂടുതലായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത്. ചിലപ്പോൾ അതിന് മുമ്പ് വല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് സംഭവിച്ച് മരിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഡെയ്മിയൻ ടാർഗേറിയൻ എങ്ങനെയൊക്കെ പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ ഈ എപ്പിസോഡിനകത്തുള്ള അവിഹിതം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മാമനും മോളും കൂടിയിട്ട് ആരും അറിയാതെ രാത്രി ഇറങ്ങി നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ തന്നെയാണ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡെയ്മൺ ടാർഗേറിയനും അതുകൂടാതെ റെനീറയും കൂടിയിട്ട് ഈ ഒരു എന്താ പറയണ്ട അവിടെയുള്ള ആ ഒരു സിറ്റിയിലേക്ക് രാത്രി ഇറങ്ങി നടക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു വലിയൊരു കാര്യം കൂടി അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു നാടകം എന്നുള്ള രീതിയിൽ തന്നെ. അതായത് അവിടെയുള്ള ജനങ്ങൾക്കാർക്കും പ്രിൻസസിനെ ഇഷ്ടമല്ല. കാരണം അവർക്ക് എപ്പോഴും വേണ്ടത് ഒരു കിങ്ങിനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ റെനീറെ കിങ് വെസീർസ് പ്രിൻസസ് ആക്കിയത് അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും യോജിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കുറേയധികം ഡൈവേർഷനും കാര്യങ്ങളും നമ്മൾ ഇവര് രാത്രി ഇറങ്ങി നടക്കുന്നതിന്റെ കൂടെ തന്നെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിനുശേഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡെയ്മിയൻ മാമൻ റെനീറ മോളെയും വിളിച്ചുകൊണ്ട് ഗെയിം ഓഫ് ത്രോൺസിന്റെ വേർഷൻ ഓഫ് റെഡ് സ്ട്രീറ്റിലേക്ക് പോകുന്ന നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പുള്ളിക്കാരൻ അവിടെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം നമുക്ക് എന്താ പറയണ്ട ഫക്കിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സാധനം, അല്ലാതെ ഒരു വൈഫിന്റെ റെസ്പോൺസിബിലിറ്റി അത് ഒത്തിരി കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സെയിം സീനിൽ തന്നെ അവർ സൈബിൾട്ടേനിയസ്ലി കിങ് വെസീർസ് ആലിസൺ ഹൈറ്റവർ ആയിട്ട് സെക്സ് ചെയ്യുന്ന രീതിയും അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതേ സമയത്ത് തന്നെയായിരുന്നു നമുക്ക് നോക്കി ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഡെയ്മിയൻ ടാർഗേറിയൻ റെനീറെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുവാണ്. സോ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയണ്ട ഒരു സെക്സ് ഡ്രൈവ് കൂടുതൽ വന്ന നമുക്ക് ഈ ഒരു സീനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് റെനീറയ്ക്ക് തന്നെയാണ്. ആൻഡ് റെനീറിയാണ് ഡെയ്മിയനെ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ഈ ഒരു സ്പെസിഫിക് സീനിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവർ തമ്മിൽ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. അവർ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ എന്നിരുന്നാലും ഡെയ്മിയൻ അത് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ അവിടെ നിർത്തിയിട്ട് പോകുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഡെയ്മിയൻ റെനീറ ആയിട്ടുള്ള കളി പകുതിക്ക് വഴി വെച്ച് നിർത്തിയിട്ട് പോയത് കൊണ്ട് തന്നെ റെനീറ ഓൾറെഡി പൊളിഞ്ഞിട്ട് നിൽക്കുക തന്നെയാണ്. കാരണം പുള്ളിക്കാരി ഓൾറെഡി ഭയങ്കര ഹോണി ആയിട്ട് തന്നെയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു സീനകത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷമുള്ള സീനകത്ത് പുള്ളിക്കാരി തിരിച്ച് റൂമിൽ പോയിട്ട് മറ്റേ ഗാർഡായിട്ട് കളിക്കുന്നത് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ആൻഡ് ഈ പറയുന്ന സംഭവം ഓട്ടോ ആക്ച്വലി റെനീറെ സ്പൈ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിനുശേഷം രാവിലെ കിങ്ങിനോട് വന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഡെയ്മിയൻ ടാർഗേറിയനും അതുകൂടാതെ റെനീറയും കൂടി പോയി സെക്സ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം കിങ്ങിനോട് വന്നിട്ട് ഓട്ടോ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം വീണ്ടും നമുക്ക് അവിടെ കുറേയധികം മെലോ ഡ്രാമ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ആൻസൺ ഹൈറ്റവർ പോയി റെനീറയോട് ചോദിക്കുന്നു. അതുകൂടാതെ കിങ് വെസീർസ് എന്നിട്ട് ഡെയ്മിയൻ ടാർഗേറിയനോട് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡെയ്മിയൻ അവിടെ വെച്ച് വലിയൊരു കിടിലൻ ആൻസറും പറയുന്നുണ്ട്. അതായത്
പറഞ്ഞാൽ എനിക്ക് റെനീറയെ കല്യാണം കഴിച്ചു വന്നേക്ക് റെനീറയും അതുകൂടാതെ തന്നെ നമുക്ക് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളെല്ലാം ഞാൻ തന്നെ പൊന്നു പോലെ നോക്കിക്കോളാം, അതുകൂടാതെ തന്നെ ഈ അയൺ ത്രോണും ഞാൻ തന്നെ നോക്കിക്കോളാം. ആൻഡ് നമ്മുടെ റോയൽ ബ്ലഡ് ലൈനും നമുക്ക്, അതായത് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് നമുക്കത് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നതാണെന്നൊക്കെ വെസറിസിനോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് വെസറിസ് ആക്ച്വലി ലാസ്റ്റ് ഡേമിയനോട് പറയുന്നു ഇനി ഇവിടെ കണ്ടുപോയേക്കരുത്, എവിടെന്നാ വന്നേക്കണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് തിരിച്ചു വച്ചു വിട്ടു എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കൂടി ഈ എപ്പിസോഡ് കണ്ട പുതിയ ഒരു കാര്യം എനിക്ക് തോന്നിയുള്ളായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും കാണാൻ നമ്മുടെ ജെയ്മി ലാനിസ്റ്ററും അതുകൂടാതെ സെർസിയും ഇല്ലാതെ പോയല്ലോ. മേ ബി ചിലപ്പോൾ ഇവിടുത്തെ കഥ വായിച്ചിട്ടായിരിക്കും അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആയിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതെ തന്നെയാണ്. സോ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഓട്ടോ സത്യം പറഞ്ഞ പ്രിൻസസിനെ ഒരു രീതിയിലും സ്പൈ ചെയ്യരുതായിരുന്നു. കാരണം ഈ ഒരു കാര്യം റെനീറ എന്നെ അച്ഛനോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ പറഞ്ഞിട്ടുള്ള കുറെ അലിഗേഷൻസ് പുള്ളിക്കാരൻ അവിടെ കൊണ്ടുവന്നു. കാരണം ഇതെല്ലാം നാട്ടുകാർ അറിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം വരുമെന്ന് തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് വെസേറിസ് ഹാൻഡ് ഓഫ് ദ കിങ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് ഓട്ടോയെ മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ പുതിയ വല്ല കിങ്സ് ഹാൻഡിനെ നമുക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ആരായിരിക്കും പുതിയ കിങ്സ് ഹാൻഡ് അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് ദ കിങ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതാണ്. ആൻഡ് എപ്പിസോഡിന്റെ എൻഡിങ് വളരെ വലിയൊരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി റെനിയർ ഇതിനകത്ത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ആദ്യം കൂടെ പോയിട്ടില്ല, ഞാൻ ആദ്യം കൂടെ സെക്സ് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇപ്പോഴും വെർജിൻ തന്നെയാണ്. സോ ആ ലാസ്റ്റ് അവർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള ടീ എനിക്ക് എന്താണെങ്കിലും ഉറപ്പാണ് അത് ആക്ച്വലി വെർജിനിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീ ആകാനാണ് സാധ്യത കൂടുതൽ. ആൻഡ് ഈ ഒരു ചായ കുടിച്ച് കഴിയുമ്പോഴത്തേ അറിയാൻ പറ്റും റെനിയറ വെർജിൻ ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യം. അത് കാണണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ നമ്മൾ എന്താണ് കാത്തിരിക്കേണ്ടത് തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു വലിയ ടൈം ജമ്പ് ഒന്നും നടത്തില്ലെന്ന് ഞാൻ എന്താണെങ്കിലും പ്രതീക്ഷിക്കുന്നു. സോ ഇതെല്ലാം തന്നെയാണ് ഈ എപ്പിസോഡിനകത്ത് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എപ്പിസോഡിനകത്ത് കൂടുതലും അവിഹിതവും അത് കൂടാതെ തന്നെ ബാക്കിയുള്ള കുറെ ഫാമിലി ഇഷ്യൂസും ആണ് അവർ കൂടുതൽ നമ്മളെ കാണിച്ചിട്ടുള്ളത്. ഹൗസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറഞ്ഞ പേര് മാത്രമേ ഈ എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഇറ്റ്സ് ഗെയിം ഓഫ് ത്രോൺസ് അത് അവർ കിട്ടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള എപ്പിസോഡ് വെച്ച് ഓവറായിട്ട് ആക്ഷൻസ് ഒന്നും നമുക്ക് എന്താണെങ്കിലും ഇതിനകത്ത് കാണാനും സാധിച്ചില്ല. അതിനേക്കാളും കൂടുതൽ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന കുറേയധികം കളികളും അതുകൂടാതെ അവിഹിതവും മാത്രം തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ്? നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്നത് തന്നെയാണോ ശരി, അതായത് ഇത് വെർജിനിറ്റി ചെക്ക് ചെയ്യുന്ന ടീ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.